സജീവ് ജോസഫ് MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജീവ് ജോസഫ് നേരത്തെ ഛത്തീസ്ഗഡിൽ പോയിരുന്നു. സജീവ് ജോസഫ്, ഗുഡ് മോർണിംഗ് സജീവ് ജോസഫ്. ഇപ്പോൾ വരുന്ന രണ്ട് വാർത്തകൾ നമുക്കൊട്ടും അനുകൂലമായ വാർത്തകളല്ല, നമ്മളുടെ പ്രതീക്ഷകൾക്കെതിരെ നിൽക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൊടുക്കുകയായിരുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറയുന്നത് പോലീസ് അവരുടെ ജോലി ചെയ്യുന്നുവെന്നാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അവർ നിലപാട് കടുപ്പിക്കുകയാണോ? നമ്മുടെ കന്യാസ്ത്രീകളുടെ മോചനം കുറച്ചുകൂടി നീളാനാണോ സാധ്യതയുള്ളത് സജീവ് ജോസഫ്? അതെ, ഞങ്ങളിവിടെ ഛത്തീസ്ഗഡിലാണുള്ളത്. ഇന്നലെ ഈ ജില്ലാ കോടതിയിലെ ബെയിൽ ആപ്ലിക്കേഷൻ നിരസിച്ചതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടികളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ നടന്നു വരികയാണ്. ഇതുവരെ സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം നോക്കുമ്പോൾ ഒരു തരത്തിലും ഒരു അനുകൂലമായ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നില്ല. മാത്രമല്ല, ഇത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതാണ്. മുഖ്യമന്ത്രി പോലീസ് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമായിട്ടാണ് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ പോലീസ് അവർ വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ടോ അല്ലെങ്കിൽ വിവേചനപരമായിട്ടോ ഉള്ള നിലപാടുകളാണ് തുടക്കം മുതൽ തന്നെ. സജീവ് ജോസഫ്, താങ്കൾക്ക് അവിടെ പോയപ്പോൾ ബോധ്യപ്പെട്ടത് എന്താണ്? അനൂപ് ആന്റണിയൊക്കെ പറയുന്നത്, കേരളത്തിലെ BJP നേതൃത്വം പറയുന്നത് ഞങ്ങൾ ഒപ്പമുണ്ട്, കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട് എന്നാണ്. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ നേരെ തിരിച്ചാണ്. സർക്കാർ തന്നെ നിലപാടെടുത്തല്ലേ ഇതിപ്പോൾ NIA കോടതിയിലേക്ക് മാറ്റണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ഇവിടെ BJP നേതാക്കന്മാർ ഒരു ഭാഗത്ത് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന പ്രതീതി ഉണ്ടാക്കിയാണ്. അവര് ഒരു നാടകം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഇന്നലെ ഉച്ചവരെ ജാമ്യം കിട്ടും, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു, ഇടപെടൽ നടത്തി, മുഖ്യമന്ത്രിയെ കണ്ട്, ആഭ്യന്തരമന്ത്രിയെ കണ്ടു, ഇങ്ങനെയൊക്കെ അവർ പറയുകയുണ്ടായി. പക്ഷേ ഇന്നലെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹം NIA കോടതിക്ക് വിടണം, ഈ കോടതിക്ക് അധികാരമില്ല എന്ന നിലപാടാണ് അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത്. അത് ബജ്രംഗ് വക്കീലും അതേ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതൊരു ഒരു നാടകം തന്നെയാണ്. വളരെ പർപ്പസ്ഫുള്ളായിട്ട് എങ്ങനെ സിസ്റ്റർമാരെ കൂടുതൽ ദിവസങ്ങൾ ജയിലിൽ അടയ്ക്കാമെന്നുള്ള ഒരു ആലോചനയാണ് നടത്തുന്നത്. സജീവ് ജോസഫ്, നമ്മൾ കണ്ടിരുന്നോ നമ്മുടെ കന്യാസ്ത്രീകളെ, പ്രീതി സിസ്റ്റർ, വന്ദന സിസ്റ്റർ? ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം, എന്റെ നാട്ടിൽ നിന്നാണ്, എന്റെ മണ്ഡലത്തിലെ ഉദയഗിരിയിലാണ് സിസ്റ്റർ വന്ദനയുടെ വീട്. സിസ്റ്ററുടെ 2 സഹോദരങ്ങൾ, അതുപോലെ ഒരു സഹോദരി, അവരും സിസ്റ്ററാണ്. ഇവിടെ ഛത്തീസ്ഗഡിൽ അവരും സേവനം ചെയ്യാണ്. അതുപോലെ തന്നെ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ, അതുപോലെ തന്നെ സിസ്റ്റർ പ്രീതി, അങ്കമാലിയിലെ പ്രീതി സിസ്റ്റർ സഹോദരൻ ബൈജു, റോജി ജോൺ MLA, ഞങ്ങൾ 7 പേരാണ് ഇന്നലെ 1 മണിക്ക് കണ്ടത്. അരമണിക്കൂർ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. വളരെ ദയനീയമായ അവസ്ഥയാണ് ജയിലിലുള്ളത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിലത്ത് കിടന്നുറങ്ങേണ്ട സാഹചര്യം വളരെ ഒട്ടും സൗകര്യപ്രദമല്ലാത്ത ഒരു സ്ഥിതിയാണ്. ഇവര് രണ്ടുപേരെ മാത്രമാണോ ഒരു സെല്ലിൽ, അതോ മറ്റുള്ളവർക്കൊപ്പമാണോ? 53 പേരാണ് ജയിലിലുള്ളത്, ഒരേ സെല്ലിലുള്ളത് 53 പേരാണ്. ഈ 53 പേരിൽ കൊടും കുറ്റവാളികളുണ്ട്. കൊലപാതക കേസിൽ പ്രതികളായവര്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വളരെ എന്താല്ലേ സജീവ് ജോസഫ്, ഈ കൊടും കുറ്റവാളികൾക്കൊപ്പം ഈ കുഷ്ഠരോഗ രോഗികൾക്ക് വേണ്ടിയിട്ട് ആജീവനാന്തം ചെലവഴിച്ച 2 മാലാഖമാർ കിടക്കുകയാണ്. അതെ, വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു ഞങ്ങള് പുറത്തിറങ്ങിയപ്പോഴാണ് 1-2 അവിടുത്തെ പ്രാദേശിക പത്രക്കാർ പറഞ്ഞു, 1 മാസം മുമ്പ് അവിടെ ഒരു ക്രൈം നടന്നു, ഒരു സൂയിസൈഡ് നടന്നു. അതുപോലെ തന്നെ വളരെ വിചിത്രമായ കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒട്ടും സേഫ് അല്ല എന്നുള്ളതാണ് സാഹചര്യം. ഓക്കെ സജീവ്, എന്തായാലും തുടരണം അവിടെ. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. സജീവ് ജോസഫും റോജിയും ജോൺ MLAയും ഒക്കെ നടത്തുന്ന നീക്കങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ അറിയുകയും വേണം. അത് ഒരു ഫലം കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി മുറുകുകയാണ്, അതാണ് ഒരു ആശങ്ക ഉണ്ടാകുന്നത്. താങ്ക് യു സജീവ് ജോസഫ്.